ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് സൺഡേ ആയിട്ട് എന്താ പരിപാടി? എൻ്റെ പരിപാടികളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഇതെൻ്റെ അരേക്ക പാം എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഞാൻ ആദ്യം വെച്ചിരുന്ന സ്ഥലത്ത് ഇപ്പം നല്ലോണം വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ നല്ലോണം കരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് വെയിലില്ലാത്ത സ്ഥലത്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ. ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് ഇതങ്ങനെ ശ്രദ്ധിക്കാൻ ടൈം കിട്ടാറില്ല. പിന്നെ സൺഡേ മാത്രമാണ് ഇങ്ങനെ ടൈം ഉള്ളത്. പിന്നെ അതെ, ഞാൻ രാവിലെ തന്നെ എന്താ ചെയ്യണേന്ന് നോക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അമ്മൂമ്മ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ അമ്മൂമ്മേനെ കാണിക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ എൻ്റെ അടുത്ത്. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ചെറിയൊരു ഫിഷ് ടാങ്ക്. ഇത് പണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിലിപ്പോൾ ഒരുപാട് മീൻ കുഞ്ഞുങ്ങൾ പാറ്റിയിട്ടുണ്ട് കേട്ടോ. ഫുഡ് ഇട്ട് കൊടുത്തപ്പോൾ എല്ലാം കൂടെ വരുന്നുണ്ടായിരുന്നു കേട്ടോ താഴേന്ന്. ഞാൻ ദേ ചെറുതായിട്ട് കൈ വെച്ച് കാണിച്ചു തരാം കേട്ടോ, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ എന്തോരം ഉണ്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പം തന്നെ ഒരുപാട് പാറ്റിയിട്ടുണ്ട് കേട്ടോ, കുഞ്ഞുങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ബ്രൗണി. ബ്രൗണി ശരിക്കൊരു പാവാണ് കേട്ടോ. പക്ഷെ ബ്രൗണീനെ എല്ലാവർക്കും പേടിയാണ്. ബ്രൗണിയുടെ ലുക്ക് വെച്ചിട്ടാന്ന് തോന്നുന്നു. ഇത് കണ്ടില്ലേ, ചിപ്പൂന് വരെ നല്ല പേടിയാണ്. ഞങ്ങൾക്ക് ബ്രൗണി അല്ലാണ്ട് തന്നെ വേറെ 3 പട്ടിക്കുട്ടികളുണ്ട് കേട്ടോ. എല്ലാവരുമായിട്ട് ചിപ്പു കളിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ചെടികളുടെ ഇടയിലൊക്കെ ഇങ്ങനെ പോയി ഒളിച്ചിരിക്കും. സംഭവം അവർ കളിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ പട്ടിക്കുട്ടികൾക്കൊക്കെ ചിപ്പൂനെ നല്ല ഇഷ്ടമാണ്. രാവിലെ തന്നെ ചെറിയ വെയിലടിക്കാൻ തുടങ്ങിയപ്പോൾ ചെടികളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ രാജമല്ലി. ഞങ്ങളുടെ ഇവിടെ ഇതിനെ രാജമല്ലി എന്നാണ് കേട്ടോ പറയല്. കുറേ നാൾ മുന്നേ നട്ട 3-4 ടൈപ്പ് തെച്ചിയുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ. ഇതൊരു മഞ്ഞ ടൈപ്പ് തെച്ചിയാണ്. ഇപ്പോഴാണ് ഇത് നമ്മൾ പൂവൊക്കെ പിടിച്ച് കാണുന്നത്. ഇതൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ച തൈയാണ് കേട്ടോ ഇത്. അല്ലാതെ തന്നെ വേറെ കുറേ കൊമ്പൊക്കെ ഒടിച്ച് വെച്ച കുറേ തൈകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച ഒരു പൂവാണ്. ഇത് ആക്ച്വലി ഇതിൻ്റെ പേര് എനിക്കറിയില്ല. പക്ഷേ തെച്ചിപ്പൂ പോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതുമേയും ഇപ്പോഴാണ് കേട്ടോ പൂവൊക്കെ പിടിച്ച് കാണുന്നത്. ഇത് എല്ലാത്തുമേയും മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. വെട്ടിക്കളയണോന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു ഞാൻ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ രാവിലത്തെ കാഴ്ചകൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ഓൾ.